ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. മോദിയുടെ മെഗാഫോണായി പിണറായി വിജയൻ മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭയം പിടികൂടിയിരിക്കുകയാണ്. മോദിയുടെ മെഗാഫോണായി പിണറായി വിജയൻ മാറിയെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. തൃത്താലയിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ നമ്മൾ ചോദിച്ചു, 10 കൊല്ലം മുമ്പ് കുറെ ഗ്യാരണ്ടി വന്നല്ലോ. 10 കൊല്ലം മുമ്പ് 2014 എന്തൊക്കെയായിരുന്നു ഗ്യാരണ്ടി? ആദ്യ സ്ത്രീകളോടായിരുന്നു പാചകവാതകത്തിന്റെ വില കുറയ്ക്കും, ഒന്നാമത്തെ ഗ്യാരണ്ടി. അത് അന്ന് 400 രൂപയായിരുന്ന പാചകവാതകത്തിന് ഇപ്പോ 1200 രൂപയാണ്. 300% വില വർദ്ധിച്ചു. രണ്ടാമത് പറഞ്ഞത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് അത് ശുദ്ധീകരിച്ചിട്ടാണ് ഡീസലും പെട്രോളും മണ്ണെണ്ണയൊക്കെ ഉണ്ടാക്കുന്നത്. മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സർവകാല റെക്കോർഡായിരുന്നു. 140 അമേരിക്കൻ ഡോളറായിരുന്നു വില. അന്ന് നമ്മൾ 50 രൂപയ്ക്ക് 55 രൂപയ്ക്കും പെട്രോളും ഡീസലും കൊടുത്തു. ഇപ്പൊ എത്രയാ വിലയെന്ന് നിങ്ങൾക്കറിയാം? ഇപ്പൊ 80 അമേരിക്കൻ ഡോളറായി കുറഞ്ഞു. ഏകദേശം 40-45% കുറഞ്ഞു. അപ്പോ 55 രൂപയ്ക്ക് കൊടുത്തിരുന്ന ഡീസൽ ഇപ്പോ 30 രൂപയ്ക്ക് തരണം. 30 രൂപയ്ക്ക് ഡീസൽ കിട്ടണോ? 107 രൂപയാണ് ഡീസലിന്റെ വില. അപ്പൊ നികുതി വർദ്ധിപ്പിച്ചു. അപ്പൊ ഇയാളുടെ ഈ ഗ്യാരണ്ടിക്ക് എന്ത് വിലയാണുള്ളത്? സമ്മേളനത്തിൽ ടി.കെ. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ, എം.എ. സമദ്, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി.ഇ. സലാം, ഡി.സി.സി പ്രസിഡന്റ് എ. തങ്കപ്പൻ, ബി.എസ്.എഫ് മുസ്തഫ തങ്ങൾ, കെ. വിനോദ്, റഷീദ് കോഴിക്കര, കെ. മുഹമ്മദ്, പി.വി. മുഹമ്മദ് അലി, പി. ബാലൻ, മറ്റു നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അവിടെ മോഡി ഭരണം, അന്നം ഭരിക്കുമ്പോൾ ഇവിടെ തമ്പി ഭരിക്കുകയാണ്. അണ്ണനും തമ്പിയും ചേർന്നുള്ള സൗഹൃദമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്നലെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ്. രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കാതെ ഒളിച്ചോടി വയനാട്ടിലേക്ക്. ഇയാൾ ഗുജറാത്തിലല്ല മത്സരിക്കുന്നത്, ഇയാൾ വാരണാസിയിലാണ് മത്സരിക്കുന്നത്. എന്നാലും പറയും, ഓക്കെ പറഞ്ഞോട്ടെ. എപ്പോഴും രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോഡിയും ബി.ജെ.പിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി. ഇന്ന് രാവിലെ പിണറായി വിജയൻ അതേ കാര്യം പറയാണ്. രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ മത്സരിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെ പ്രസ്താവന ഒരേ സ്ഥലത്താണോ തയ്യാറാക്കണം? സ്മൃതി ഇറാനി എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്, മോഡി നിയോഗിച്ചിരിക്കും. ഒറ്റ ദൗത്യമുള്ള ഭരിക്കൊന്നും വേണ്ട. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പോയിട്ട് രാഹുൽ ഗാന്ധിയെ തെരുവാണ്.